നമസ്കാരം. ശബരിമലയിലെ തിരുവാഭരണ സ്വർണ്ണക്കൊള്ളയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പിണറായി സർക്കാരിന്റെ അന്ത്യത്തിന്റെ തുടക്കമാകുമെന്ന വികാരമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ചങ്കിലെ കനലായി ശബരിമല മാറുമ്പോൾ അവിടെ നടന്ന ഓരോ അഴിമതിയും ഭരണകൂടത്തിന്റെ കപ്പൽ തകർക്കാൻ പോന്ന ശക്തമായ തിരമാലകളായി മാറിയിരിക്കുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ട് കാണരുത്, മറിച്ച് പുറത്ത് ജനലക്ഷങ്ങൾ അനുഭവിക്കുന്ന നീതികേടിന്റെ പ്രതിഫലനമാണ് നിയമസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വർഷങ്ങളായി ഭക്തർ സമർപ്പിച്ച സ്വർണം ഭരണകൂടത്തിന്റെ തണലിൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന സത്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകുന്ന മറുപടികൾക്ക് ഒട്ടും വിശ്വാസ്യതയില്ല. ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ആചാര്യന്മാരെ തടവിലിടാനും കള്ളക്കേസിൽ കുടുക്കാനും ശ്രമിച്ചതിലൂടെ ഈ സർക്കാർ ഭക്തരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി പവിത്രമായ സന്നിധാനത്ത് നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വികസനത്തിന്റെ തിളക്കം പറഞ്ഞ് അഴിമതികളെ മൂടിവെക്കാമെന്ന പിണറായി വിജയന്റെ കണക്ക് കൂട്ടലുകൾ അയ്യപ്പ സന്നിധിയിൽ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ ചോദ്യവും സർക്കാരിന്റെ അഴിമതി കോട്ടകളെ വിറപ്പിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ മനഃപൂർവ്വം വരുത്തുന്ന വീഴ്ചകളും പ്രതികൾക്ക് നൽകുന്ന സംരക്ഷണവും ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞതും ആ കാര്യം തന്നെയാണ്. ഈ ജനരോഷം ഒരു സുനാമിയായി മാറി പിണറായി സർക്കാരിന്റെ ഭരണയന്ത്രത്തെ തകർത്തെറിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വിശ്വാസികളെയും പുണ്യ സങ്കേതങ്ങളെയും വെല്ലുവിളിച്ച ഒരു ഭരണകൂടവും ചരിത്രത്തിൽ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാപഭാരം പിണറായി സർക്കാരിന്റെ കപ്പലിനെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ശബരിമലയിലെ തിരുവാഭരണ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലെ വളരെ ഗൗരവകരമായ ചില വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭക്തലക്ഷങ്ങളുടെ വിശ്വാസത്തെയും ഒരു പുണ്യ സങ്കേതത്തിന്റെ പവിത്രതയെയും ബാധിക്കുന്ന ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മെല്ലെപ്പോക്കും വീഴ്ചകളും മാപ്പർഹിക്കാത്തത് തന്നെയാണ്. കേസിലെ പ്രതികൾക്ക് നിഷ്പ്രയാസം ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ ഏജൻസികളുടെ പരാജയമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിലെ ആചാര സംരക്ഷണ കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്ത തന്ത്രി കുടുംബത്തോടുള്ള രാഷ്ട്രീയ പകപോക്കലായി ഈ സംഭവങ്ങളെ വിലയിരുത്തേണ്ടതായി വരും. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാത്തതിന്റെ പേരിൽ തന്ത്രിയെ ദിവസങ്ങളോളം ജയിലിൽ അടച്ചത് നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ ഉദാഹരണം തന്നെയാണ്. ഒരു കള്ളക്കേസ് ചമച്ച് വിശ്വാസികളെയും ആചാര്യന്മാരെയും തളർത്താമെന്ന വ്യാമോഹം സർക്കാരിന്റെ ധാർഷ്ട്യമാണ് പ്രകടമാക്കുന്നത്. ദേവസ്വം വകുപ്പിന്റെ പരാജയത്തിന് മന്ത്രി VN വാസവൻ മറുപടി പറയണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തികച്ചും ന്യായമാണ്. അതായത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷണം പോയിട്ടും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വകുപ്പ് മന്ത്രി ഒഴിഞ്ഞു മാറുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലാതെ മറ്റെന്താണ്? ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ലൈഫ് മിഷനെയും വയനാട് ദുരന്തത്തെയും കൂട്ടുപിടിക്കുന്ന മന്ത്രി P രാജീവിന്റെ നിലപാട് ബാലിശമാണ്. സർക്കാരിന്റെ അഴിമതികളെയും വിട്ടുവീഴ്ചകളെയും മറച്ചുപിടിക്കാൻ വികസന പദ്ധതികളെ കവചമാക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അത്രത്തോളം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശങ്കയാണ് അവിടെ പ്രതിഫലിക്കുന്ന ഒരു കാര്യം. സ്വർണ്ണക്കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പിണറായി സർക്കാർ അന്വേഷണത്തിൽ തങ്ങൾ വരുത്തിയ പഴുതുകളെ കുറിച്ച് മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടക്കണമെന്നും കുറ്റവാളികളെയും അവരെ സഹായിച്ച അധികാരികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ് നീതി ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ചെയ്യേണ്ട കടമ. അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും രാഷ്ട്രീയ നാടകങ്ങളും നമ്മൾ കൃത്യമായി ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. ഈ കേസിലെ അന്വേഷണം വെറും ഒരു പ്രഹസനമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേസിലെ മുഖ്യ പ്രതികൾക്ക് നിഷ്പ്രയാസം ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ ഏജൻസികളുടെ ബോധപൂർവമായ വീഴ്ചയല്ലാതെ മറ്റെന്താണ്? സ്വർണ്ണ കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിലൂടെ പ്രതികൾക്ക് നിയമപരമായ പഴുതുകൾ ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതേസമയം ശബരിമല തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ ഒരു തെളിവുമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ 41 ദിവസത്തോളം ജയിലിൽ അടച്ചത് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് തന്ത്രിയെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ മതിയായ തെളിവുകൾ ഒന്നുമില്ല എന്ന കാര്യമാണ്. 2018 യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതിരുന്ന തന്ത്രിയോടുള്ള
പകപോക്കലായി മാത്രമേ ഈ അറസ്റ്റിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. അതായത് ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവൻ ആ പദവിയിൽ തുടരാൻ അർഹനല്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇവിടെയാണ് തികച്ചും ന്യായമായി മാറുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷണം പോയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ കൈ കഴുകുന്നത് ഭക്തരോട് ഉയർത്തുന്ന വെല്ലുവിളി തന്നെയാണ്. ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നാണല്ലോ ഇതിലൂടെ പറയുന്നത്. ഈ ഗുരുതരമായ വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വയനാട് ദുരന്തത്തെയും അതുപോലെ തന്നെ ലൈഫ് മിഷനെയും കൂട്ടുപിടിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ്. ഒരു വിഷയത്തിലെ പരാജയത്തെ മറ്റൊരു വിഷയം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കമല്ല. ജനാധിപത്യം എന്ന് പറയുകയല്ലാതെ അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. സഭയ്ക്കകത്ത് ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം ജനവികാരത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത് സംസ്ഥാന ഏജൻസികളുടെ വിശ്വാസ്യതയിൽ കള്ളം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. സ്വർണ്ണമോഷണത്തിലെ യഥാർത്ഥ പ്രതികളെയും അവർക്ക് പിന്നിലുള്ള ഉന്നതരെയും പുറത്തു കൊണ്ടുവരുന്നത് വരെ പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടത്തിൽ നല്ല ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. വിശ്വാസികളെയും അവരുടെ ആചാരങ്ങളെയും സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ അവരെ വേട്ടയാടുന്നത് തുടർന്നു പോന്നാൽ അത് വലിയ ജനരോഷത്തിന് വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ശബരിമലയിലെ സ്വർണത്തിൽ പോലും കൈവയ്ക്കാൻ ധൈര്യം കാണിക്കുന്ന ശക്തികൾക്ക് ഭരണകൂടം കുടപിടിക്കുന്നു എന്ന ആരോപണം അയ്യപ്പ ഭക്തരുടെ ഉള്ളിൽ വലിയ രോഷം തന്നെ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാലങ്ങളായി ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ സ്വർണ്ണക്കൊള്ള ഒരു നിമിത്തമാകാൻ പോവുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഭക്തലക്ഷങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സന്നിധാനത്തെ മലിനപ്പെടുത്തിയവർക്ക് അയ്യപ്പന്റെ ശാപം ഒരു തീരാക്കറയായി മാറുമെന്ന വികാരമാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യുവതീ പ്രവേശന വിഷയത്തിൽ തുടങ്ങിയ വിശ്വാസവേട്ട ഇപ്പോൾ തിരുവാഭരണ മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ആചാര സംരക്ഷകനായ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതും യഥാർത്ഥ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ പാകത്തിന് കേസ് ദുർബലപ്പെടുത്തിയതും വളരെ ലജ്ജാകരം തന്നെ ആയിട്ടുള്ള കാര്യമാണ്. നീതിപീഠങ്ങളെയും അന്വേഷണ ഏജൻസികളെയും നോക്കുകുത്തിയാക്കി നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഭക്തരോട് ഉയർത്തുന്ന വെല്ലുവിളിയാണ്. വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു ഭരണകൂടത്തിനും കാലം മാപ്പ് നൽകില്ല എന്നതിന്റെ തെളിവായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ജനവിധി എന്നതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ആ സമയത്ത് വയനാട് ദുരന്തത്തിന്റെയോ വികസന പദ്ധതികളുടെയോ മറവിൽ ഈ വലിയ പാപത്തെ ഒളിപ്പിച്ചു വെക്കാമെന്ന് സർക്കാർ കരുതുന്നുണ്ട് എങ്കിൽ അത് വെറും മോഹം മാത്രമാണ്. ധർമ്മശാസ്താവിന്റെ സന്നിധിയിൽ കാണിച്ച ഈ വഞ്ചനയ്ക്ക് ചരിത്രം പിണറായി സർക്കാരിന് കടുത്ത വില നൽകേണ്ടതായി വരും. ആചാര ലംഘകർക്കും കൊള്ളക്കാർക്കും കൂട്ടുനിൽക്കുന്നവർക്ക് ദൈവകോപം ഉണ്ടാകുമെന്ന വിശ്വാസികളുടെ വാക്കുകൾ ഭരണകൂടത്തിനുള്ള അന്ത്യശാസനം തന്നെയാണ്. ശബരിമലയിലെ തിരുവാഭരണ സ്വർണ്ണ മോഷണ കേസിന്റെ നാൾവഴികളും അതിൽ പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളും പരിശോധിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ വലിയ വീഴ്ചകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കാം. ഈ സംഭവം വെറും ഒരു മോഷണം മാത്രമായിട്ട് കാണരുത്, മറിച്ച് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന് മേൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന വലിയൊരു കടന്നുകയറ്റമായിട്ടാണ് പൊതുസമൂഹം ഈ പ്രശ്നത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകോവിൽ വാതിലിലും ഉപദേവതകളുടെ വിഗ്രഹങ്ങളിലും പതിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ മിനുക്കുന്നതിനായി നൽകിയപ്പോഴാണ് ഈ കൊള്ളയ്ക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ഏകദേശം 4.5 കിലോയോളം സ്വർണം ഇത്തരത്തിൽ കടത്തിയതായിട്ടാണ് കണ്ടെത്തൽ. കൂടാതെ മുൻപ് ഭക്തർ ദാനം ചെയ്ത സ്വർണത്തിന്റെ കണക്കുകളിലും വൻ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിവരങ്ങൾ ദേവസ്വം അധികൃതർ വർഷങ്ങളോളം ഒളിപ്പിച്ചു വെച്ചുവെങ്കിലും ഹൈക്കോടതി കമ്മീഷണറുടെ പരിശോധനയിലാണ് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് ഇത്തരം വലിയൊരു കൊള്ള അവിടെ നടന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഈ കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. ഒന്നാമത്തത്, അറസ്റ്റിലായ പല പ്രതികൾക്കും ഭരണകക്ഷിയുമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണമാണ് ഇവിടെ ശക്തമായിട്ടുള്ളത്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പാകത്തിൽ ദുർബലമായ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന് തെളിവായി പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമതായി, യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനോട് സഹകരിക്കാത്ത തന്ത്രി കണ്ഠര് രാജീവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചത് സർക്കാരിന്റെ പകപോക്കൽ തുറന്നു കാണിച്ച ഒരു സംഭവമാണ്. മൂന്നാമതായി, ഭക്തർ സമർപ്പിച്ച സ്വർണം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. ഭക്തലക്ഷങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സന്നിധാനത്തെ മലിനപ്പെടുത്തിയവർക്ക് അയ്യപ്പന്റെ ശാപം ഒരു തീരാക്കറയായി മാറുമെന്ന വികാരമാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം. വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഭരണകൂടത്തിന് കാലം ഒരിക്കലും മാപ്പ് നൽകിയിട്ടില്ല എന്നതിന്റെ തെളിവായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ജനവിധി എന്ന കാര്യത്തിലും
യാതൊരുവിധ സംശയവും വേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പവിത്രമായ ശബരിമലയിൽ കാണിച്ച ഈ വഞ്ചനയ്ക്ക് പിണറായി സർക്കാരിന് കടുത്ത വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഇനി നിങ്ങൾ പറയൂ, അയ്യപ്പന്റെ ശാപം പിണറായി സർക്കാരിന് ഏൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി.